നമസ്കാരം. നമ്മുടെ ഈ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് പരിശോധിക്കുന്നത്. 1971 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ അഖണ്ഡജ്യോതി മാസികയുടെ വളരെ രസകരമായൊരു പതിപ്പാണിത്. ഒരു ചെറിയ ദീപശിഖയിൽ നിന്ന് തുടങ്ങി വലിയൊരു പ്രകാശം പരക്കുന്നതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഈ വലിയ പ്രപഞ്ചം വരെ നീളുന്ന വളരെ ഗഹനമായ ചില ആശയങ്ങളാണ് ഈ ഒരൊറ്റ പതിപ്പിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദൈവത്തെ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ പരമാത്മാക്കോ ഭൂലോമത്. ഇതൊരു സാധാരണ വാചകം മാത്രമല്ല കേട്ടോ. ഈ മാസികയിലെ 27 വ്യത്യസ്ത ലേഖനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ആശയം ഇതാണ്. ഒരു മാലയിലെ മുത്തുകളെ കോർത്തിണക്കുന്ന ചരടുപോലെ ഈ മാസിക മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ചിന്തകളുടെയും അടിസ്ഥാനം ഈ ഒറ്റവരിയിലുണ്ട്. അപ്പോൾ ഈ വലിയൊരു ചരിത്രരേഖയെ നമുക്കെങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം? അതിനായി നമ്മൾ 5 പ്രധാന വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം ദൈവത്തിന്റെ സന്ദേശം, പിന്നെ ആത്മീയ വളർച്ച, ആരോഗ്യം, സമൂഹത്തിന്റെ പുനർനിർമ്മാണം, ഒടുവിൽ പ്രപഞ്ചരഹസ്യങ്ങൾ. അതെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി വിശാലമായ പ്രപഞ്ചം വരെ നീളുന്ന രസകരമായ ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ദൈവത്തിന്റെ മുഖ്യ സന്ദേശവും നമ്മുടെ ആന്തരിക സത്തയും. ഇതിലെ രസകരമായ കാര്യം എന്താണെന്നോ? ഈ ലേഖനങ്ങൾ വലിയ വലിയ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കടമകൾ, സ്നേഹമെന്ന അമൃത രുചിക്കൽ, അതുപോലെ ഉറച്ച വിശ്വാസമുള്ള ജീവിതം, ഇവയൊക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങളായി ഇതിലെടുത്ത് കാണിക്കുന്നത്. തീർച്ചയായും ഏതു വലിയ മാറ്റവും എപ്പോഴും നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ തുടങ്ങേണ്ടത്, അല്ലേ?